नहमदुहु व नस्तईनुहु व नस्तगफिरुह व नऊज़ु बिल्लाहि मिन शुरूरि अंफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल्हु फला हादिय लहु व अशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीक लहु व अशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिल हुदा व दीनिल हक़्क़ लियुज़हिरहु अलद्दीनि कुल्लिहि वलौ करिहल मुश्रिकून। अल्लाहुम्म सल्लि अला मुहम्मद व अला आलि मुहम्मद कमा सल्लैत अला इब्राहीम व अला आलि इब्राहीम इन्नक हमीदुम मजीद व बारिक अला मुहम्मद व अला आलि मुहम्मद कमा बारकत अला इब्राहीम व अला आलि इब्राहीम इन्नक हमीदुम मजीद। अम्मा बअद फ़इन्न खैरल कलामि कलामुल्लाह व खैरल हदी हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्ल मुहदसतिन बिदअह व कुल्ल बिदअतिन दलालह व कुल्ल दलालतिन फिन्नार। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। या अय्युहल्लज़ीना आमनुत्तक़ुल्लाह हक़्क़ तुक़ातिह वला तमूतुन्न इल्ला व अंतुम मुस्लिमून। या अय्युहन्नासु इत्तक़ू रब्बकुमुल्लज़ी खलक़कुम मिन नफ्सिन वाहिदा व खलक़ मिन्हा ज़ौजहा व बस्स मिन्हुमा रिजालन कसीरन व निसाअ वत्तक़ुल्लाह अल्लज़ी तसाअलून बिही वल अर्हाम इन्नल्लाह कान अलैकुम रक़ीबा। या अय्युहल्लज़ीना आमनुत्तक़ुल्लाह व क़ूलू क़ौलन सदीदा युस्लिह लकुम अअमालकुम व यग़फिर लकुम ज़ुनूबकुम व मन युतिइल्लाह व रसूलहु फ़क़द फ़ाज़ फ़ौज़न अज़ीमा। बिस्मिल्लाहिर रहमानिर रहीम। हाज़ानि ख़स्मानि इख़्तसमू फ़ी रब्बिहिम फ़ल्लज़ीन कफ़रू क़ुत्तिअत लहुम सियाबुम मिन नार युसब्बु मिन फ़ौक़ि रुऊसिहिमुल हमीम युस्हरु बिही मा फ़ी बुतूनिहिम वल जुलूद वलहुम मक़ामिअु मिन हदीद कुल्लमा अरादू अन यख़रुजू मिन्हा मिन गम्मिन उईदू फ़ीहा वज़ूक़ू अज़ाबल हरीक़। रब्बि इश्रह लि सद्री വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും അതിസൂക്ഷ്മമായി നമ്മെ കേൾക്കുകയും അറിയുകയും കാണുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെയും ചര്യകളെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഈ ദുനിയാവിലെ അതിശക്തമായ ഈ യാത്രക്കിടയിൽ
മരണമെന്ന വാതിലിലൂടെ കടന്ന് ബർസഖിയായ ഒരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോയി. പിന്നീട് ഖിയാമത്തുനാൾ സംഭവിച്ച് എല്ലാവരും പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുകയും അവിടെ നന്മതിന്മകൾ തൂക്കിക്കണക്കാക്കും. അവിടെ ഈ മനുഷ്യൻ്റെ ഈ യാത്രയുടെ സമാപനം ഒന്നുകിൽ നരകമാണ്, അല്ലെങ്കിൽ സ്വർഗമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ അനുസരിക്കാതെ ജീവിക്കുന്ന ആളുകൾ, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെ കളവാക്കിയ ആളുകൾ, അതേപോലെ ദീനിനെ ജീവിതത്തിൻ്റെ ഒരു മുഖ്യ അജണ്ടയായി സ്വീകരിച്ചിട്ടില്ലാത്ത ആളുകൾ, അള്ളാഹുവിനെയും ദീനിനെയും ഒക്കെ കളവാക്കി ജീവിച്ച ആളുകൾ, അതേപോലെ ശിർക്കും കുഫറും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്ന് ബിദ്അത്തുകൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾ, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ശിക്ഷയുടെ കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ നരകം എന്നത്. അതിൻ്റെ ഒരു പൂർണ്ണതയാണ്, ഒരു ശിക്ഷയുടെ പൂർണ്ണമായ രൂപമാണ് യഥാർത്ഥത്തിൽ പരലോകത്ത് നരകം എന്നത്. വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നരകമെന്ന ലോകം, സ്വർഗവും നരകവും എന്നതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമേ സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നാണ്, സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ എന്നാണ്, സത്യനിഷേധികൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം സ്വർഗത്തെയും നരകത്തെയും അതിന്റെ സൃഷ്ടിപ്പ് പൂർത്തിയായപ്പോൾ നരകം കാണാൻ ആദ്യം അയക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമെയാണ്. ജിബ്രീലിനെ അല്ലാഹു വിളിച്ചു, യാ ജിബ്രീൽ ഇദ്ഹബ് ഫൻദുർ ഇലന്നാർ, നരകത്തിന്റെ അഹ്ലുകാർക്ക്, നരകത്തിന്റെ ആളുകൾക്ക് ഞാൻ ഒരുക്കി വെച്ച വ്യത്യസ്ത ശിക്ഷകളും ശിക്ഷാരീതികളും നീ ഒന്ന് പോയി കണ്ടുവരൂ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ജിബ്രീൽ, ആ നരകം ആദ്യം കാണുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ നരകത്തിന്റെ കാഴ്ചകൾ കണ്ട് അതിലെ ഭയാനകരമായ ശിക്ഷകൾ കണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു വന്ന് പറയുന്നത്, നരകം നേർക്കുനേരെ കണ്ട, നരകത്തിന്റെ ഭീകരത കൃത്യമായി മനസ്സിലാക്കിയ ഒരാളും നരകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല, അത്രമാത്രം ഭീകരമാണ് അതിലെ ഓരോ ശിക്ഷാമുറകളും എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം പ്രതികരിക്കുന്നത്. ഈ ആയത്തിന്റെയും ഈ ഹദീസിന്റെയും വെളിച്ചത്തിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നരകം അത് മുമ്പേ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു എന്നാണ്. സ്വർഗത്തെ പറ്റി പറഞ്ഞെടുത്ത് ഉഇദ്ദത്തിൽ മുത്തഖീൻ എന്നാണ് പറഞ്ഞത്. സൂക്ഷ്മത പാലിക്കുന്ന തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടി അത് തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു മനുഷ്യൻ നരകത്തിന്റെ കാഴ്ചകൾ, ഭീകരമായ ആ നരകത്തിന്റെ കാഴ്ചകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ എന്നു മുതലാണ് കണ്ടു തുടങ്ങുന്നത്? ഒന്ന് മരണത്തിന്റെ സമയത്ത് അവന്റെ ആത്മാവുകളെ പിടിക്കാൻ, റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് കടന്നു വരുമ്പോൾ അവൻ നരകത്തിന്റെ ചില കാഴ്ചകൾ അവൻ കാണും. മറ്റൊന്ന്, അവന്റെ മയ്യത്ത് ഖബറിലേക്ക് എടുത്തു വെച്ച നാൾ മുതൽ അവൻ നരകത്തിന്റെ കാഴ്ച, അവൻ നരകക്കാരനാണെങ്കിൽ നരകത്തിന്റെ കാഴ്ചകൾ അവൻ കാണുമെന്നാണ്. ഒരു ഹദീസിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഇന്ന അഹദകും ഇദാ മാത ഉരില അലൈഹി മഖഅദഹു ബിൽ ഗദാത്തി വൽ അശി, നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ട് നിങ്ങളുടെ മയ്യത്ത് ഖബറിലേക്ക് എടുത്തു വെച്ചതു മുതൽ ഉരില അലൈഹി മഖഅദഹു ബിൽ ഗദാത്തി വൽ അശി, രാവിലെയും വൈകുന്നേരവും പ്രഭാത പ്രദോഷങ്ങളിൽ, ഇൻകാന മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗക്കാരനാണെങ്കിൽ അവന്റെ മുമ്പിൽ സ്വർഗം കാണിക്കപ്പെടും, രാവിലെയും വൈകുന്നേരവും ഇത് കാണിക്കപ്പെടുമെന്നാണ്. ഇൻകാന മിൻ അഹ്ലിൻ നാർ, അവൻ നരകക്കാരനാണെങ്കിൽ അവന് നരകത്തിന്റെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കും. ആരാണ് കാണിക്കുന്നത്? ഖബറിൽ രാവിലെയും വൈകുന്നേരവും മലക്കുകൾ അവന്റെ അടുക്കലേക്ക് വരും. എന്നിട്ട് അവനോട് പറയും, ഹാദാ മഖഅദുക, ഇതാണ് നിനക്ക് ചെന്നു ചേരാനുള്ള നിന്റെ വാസസ്ഥലം, ഇതാണ് നിനക്ക് ചെന്നു ചേരാനുണ്ട്, നിന്റെ ലക്ഷ്യസ്ഥാനം ഇതാണെന്ന് പറഞ്ഞ് നരകത്തിന്റെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുമെന്നാണ്. ഏതുവരെ? വിശുദ്ധ ഖുർആൻ പറയുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഹത്താ യബ്അസകല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്തു നാൾ വരെ ഈ പ്രതിഭാസം ഇവിടെ നടക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനുകളിൽ കിടക്കുന്നവർ ഇന്നു രാവിലെയും ഇന്നു പ്രഭാതത്തിലും ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം അവർ കണ്ടിട്ടുണ്ട്. അവർ നരകത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തവരാണെങ്കിൽ നരകം അവർക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നു വൈകുന്നേരവും അത് സംഭവിക്കും. അവർ സ്വർഗക്കാരാണെങ്കിൽ സ്വർഗത്തിന്റെ കാഴ്ചകൾ അവർക്ക് കാണിച്ചു കൊടുക്കുമെന്നാണ്. എന്നാൽ ആ നരകത്തെ പറ്റി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിറാജിന്റെ യാത്രയിലാണ് സ്വർഗവും നരകവും എല്ലാം പ്രവാചകൻ കാണുന്നതും
അത് സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും ആ സ്വർഗത്തിലെ കാഴ്ചകൾ, നരകത്തിലെ കാഴ്ചകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷെയർ ചെയ്യുന്നത് സഹാബികളോട് ഈ മിഅ്റാജിന്റെ യാത്രയുമായി ബന്ധപ്പെട്ടാണ്. അവിടെയാണ് പ്രവാചകൻ നടത്തിയ ഒരു പരാമർശം, ലൗ റഅയ്തും മാ റഅയ്തു, ഞാൻ കണ്ടിരുന്നതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ലളഹിത്തും ഖലീല, നിങ്ങൾ അല്പം മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ, വലബകൈതും കസീറ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു. പ്രവാചകൻ ഇത് പറഞ്ഞപ്പോ എന്താണ് കണ്ടത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ടതെങ്ങാനും, പ്രവാചകൻ തന്റെ കണ്ണുകൊണ്ട് നേർക്കുനേരെ കാണുകയാണ്. ആ കണ്ട കാഴ്ചയെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആർത്തുല്ലസിക്കാനും ആനന്ദിക്കാനും ആഘോഷിക്കാനും നിങ്ങൾക്ക് സമയം കാണുമായിരുന്നില്ല. നിങ്ങൾ ധാരാളം കരയുകയും കുറച്ചു മാത്രം ചിരിക്കുകയും ചെയ്യുമായിരുന്നു. പ്രവാചകന്റെ സഹാബികൾ തിരിച്ചു ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ വമാ റഅയ്ത യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾ എന്താണ് കണ്ടത്? പ്രവാചകൻ പറഞ്ഞു, റഅയ്തുൽ ജന്നത വന്നാർ, ഞാൻ സ്വർഗവും നരകവും കണ്ടു. ആ കാഴ്ചയെ പറ്റിയാണ് പ്രവാചകൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആ കാഴ്ചകൾ അതിന്റെ റിയാലിറ്റിയിൽ, അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, യഥാർത്ഥ രൂപത്തിൽ നിങ്ങൾ അതിനെ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നരകത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ വരാതെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുമായിരുന്നു. ഒരു അന്യ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ, ഒരു അന്യ സ്ത്രീയെ സ്പർശിക്കുന്നതിന്റെ ഗൗരവം പ്രവാചകൻ പറഞ്ഞ എന്താണ്? അവന്റെ തലയിൽ ഒരു ആണി അടിച്ചു കയറ്റുന്നതിനേക്കാൾ ഗൗരവമാണ്. അതിന്റെ നരകത്തിന്റെ ശിക്ഷയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന ഏതൊരു പ്രവർത്തനത്തിൽ നിന്നും ഇതിന്റെ ഭീകരത അറിയുന്ന ഒരു മനുഷ്യൻ അതിൽ നിന്ന് പിറകോട്ടടിക്കുമെന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിന്റെ ഓരോ കാര്യങ്ങളും വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചകന്റെ ഹദീസുകളിലൂടെ ഓരോന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്തിനാണ്? ആ നരകത്തിന്റെ റബ്ബിനെ, നരകത്തിന്റെ രക്ഷിതാവിനെ ഭയപ്പെട്ട് മുത്തഖിയായി മനുഷ്യൻ ജീവിക്കാനാണ്. തിന്മകളിൽ നിന്ന് മാറി നിന്ന് അവൻ നന്മകളിൽ മുന്നോട്ട് പോകാനാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ഈ നരകം പറഞ്ഞാണ് ഒരു ഖൗമിനെ മാറ്റിയെടുത്തത്. ഏതാണ് ആ ഖൗം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്ന ജാഹിലിയ അറബികൾ. എന്തായിരുന്നു അവരുടെ പ്രത്യേകത? ഇരുണ്ട യുഗം എന്നാണ് ചരിത്രകാരന്മാർ ഡാർക്ക് ഏജ് എന്നാണ് വിശേഷിപ്പിച്ചത്. തീർത്തും ഇരുൾമുറ്റിയ ഒരു കാലഘട്ടം. സംസ്കാരത്തിന്റെ 0 ഡിഗ്രിയിൽ ജീവിച്ച ഒരു സമുദായത്തെ പ്രവാചകൻ എങ്ങനെയാണ് തന്റെ 23 കൊല്ലക്കാലത്തെ ആ പ്രവർത്തനങ്ങളിലൂടെ മാറ്റിയെടുത്തത്? സ്വർഗവും നരകവും പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾക്ക് യഥാർത്ഥ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ, അള്ളാഹുവിന് മുമ്പിൽ മാത്രം ഇബാദത്തുകൾ സമർപ്പിച്ച് നന്മകൾ ചെയ്ത് തിന്മകളിൽ നിന്ന് മാറി നിന്ന് ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഈ സ്വർഗ നരകങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടായിരുന്നു പ്രവാചകൻ അവിടെ തസ്കിയത്തുകൾ നടത്തിയത്, പരിവർത്തനങ്ങൾ നടത്തിയത്, സംസ്കരണങ്ങൾ നടത്തിയത് എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാര്യം കൊണ്ട് മാത്രമേ നമുക്ക് പുതിയ കാലഘട്ടത്തിലും ആളുകളെ തിന്മയിൽ നിന്ന് പുറകോട്ട് വലിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ നരകവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ അതിന്റെ വ്യത്യസ്തങ്ങളായ പേരുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അതിൽ കൂടുതലായി ഉപയോഗിച്ചത് നാർ എന്നതാണ്. തീ എന്ന അർത്ഥം വരുന്ന നാർ എന്ന ഒരു പദം ഉപയോഗിച്ചു. അതേപോലെ തന്നെ ഓരോ പേരുകളും വ്യത്യസ്ത പേരുകൾ, അതിലെ ഓരോ പേരുകളും അതിന്റെ ഓരോ സ്വഭാവത്തെയാണ് അറിയിക്കുന്നത്. നരകത്തിന്റെ ഓരോ സ്വഭാവത്തെയാണ് അറിയിക്കുന്നത്. ജഹന്നം അതിന്റെ ഒരു പേരാണ്. എന്താണ്? ആഴത്തിൽ അഗാധമാണ്, ഇരുൾ മുറ്റിയതാണ് നരകം എന്നതാണ് ആ ജഹന്നം എന്ന പദത്തിന്റെ ഉള്ളിലെ ആശയം. ജഹീം എന്ന് പറഞ്ഞാൽ അതിന്റെ ആളിക്കത്തൽ പരിഗണിച്ചുകൊണ്ടാണ് ജഹീം എന്ന ഒരു പേര് നൽകപ്പെട്ടത്. ലദാ അതിന്റെ ജ്വാലകൾ പരിഗണിച്ചുകൊണ്ടാണ്. കല്ല ഇന്നഹാ ലദാ അതിന്റെ ജ്വാല പരിഗണിച്ചുകൊണ്ടാണ് ലദാ എന്ന പേര് വന്നത്. ഹാവിയ ആണ്ടുപോകുന്നത്, ആഴമേറിയത് എന്നർത്ഥം വരുന്ന ഹാവിയ. സഈർ കത്തിജ്വലിക്കലിന്റെ ഭീകരത പരിഗണിച്ചുകൊണ്ടാണ് സഈർ എന്ന പേര് വന്നത്. ഹുതമ വമാ അദ്റാക മൽ ഹുതമ പൊടിച്ചു നുറുക്കിക്കളയുന്നത് എന്നർത്ഥം വരുന്ന ഹുത്തമ. സഖർ അതിന്റെ ചൂടിന്റെ കാഠിന്യത്തെ പരിഗണിച്ചുകൊണ്ടാണ്. ഇങ്ങനെ നരകത്തിന് വ്യത്യസ്തങ്ങളായ പേരുകൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാം. നരകത്തിന്റെ വാതിലുകളെ പറ്റി വിശുദ്ധ ഖുർആനിൽ കാണാം. ലഹാ സബഅതു അബ്വാബിൻ, നരകത്തിന് 7 വാതിലുകളാണുള്ളത്. ലികുല്ലി ബാബിൻ മിൻഹും ജുസൂം മഖ്സൂം, ഓരോ പാപം ചെയ്തവർ, വ്യത്യസ്ത തിന്മകൾ ചെയ്തവരെ ഓരോ വാതിലിലൂടെ പ്രവേശിപ്പിക്കും. നരകത്തിന് 7 വാതിലുകളാണുള്ളത്. വ്യത്യസ്ത പാപം തിന്മകൾ ചെയ്തവരെ ആ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ നരകത്തിന് 7 വാതിലുകളാണുള്ളത്. പാപത്തിന്റെ തോതനുസരിച്ച ശിക്ഷയാണ്. യഥാർത്ഥത്തിൽ നരകം എന്തിനാണ്? നമ്മൾ ഭൗതിക ലോകത്തെ പല കാര്യങ്ങൾക്കും നമ്മൾ പലപ്പോഴും
പിന്നെ ആളുകൾ പറയാറുണ്ട് ഒരു നീതി ആവശ്യമാണ് എന്ന് പറയാറുണ്ട് അല്ലെ. 1000 ആളുകളെ, 10,000-ങ്ങളെ, ലക്ഷക്കണക്കിന് ആളുകളെ മിസൈലിട്ട് ബോംബിട്ട് കൊല്ലുന്ന ആളുകൾ, അവരെ ഈ ദുനിയാവിലെ ഭൗതിക ലോകത്തെ ജുഡീഷ്യറിക്ക് അവരെ ശിക്ഷിക്കാൻ കഴിയുക ഒരു തവണയാണ്. ഏതൊരു മനുഷ്യനെയും ഒരു തവണയെ അവർക്ക് മാക്സിമം ശിക്ഷ കൊടുക്കാൻ പറ്റൂ. പക്ഷേ യഥാർത്ഥ അവൻ ചെയ്ത ചെയ്തികൾക്കുള്ള യഥാർത്ഥ ശിക്ഷ അവന് കൊടുക്കാൻ കഴിയുക ദുനിയാവിൽ കഴിയില്ല. അതിനാണ് പരലോകത്തെ അള്ളാഹു സംവിധാനിച്ചത്. നീതിയുക്തമായ ശിക്ഷ വിധിക്കുന്ന, നീതിപൂർവമായ അവനുള്ള വിചാരണകൾ നടത്തുന്ന ഒരു പരലോകം, അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചത്. നരകത്തിന്റെ കാവൽക്കാരുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ നടത്തിയ പരാമർശം സൂറത്തു തഹ്രീമിലെ 6-ാമത്തെ ആയത്ത്. വിശുദ്ധ ഖുർആൻ പറയാണ്, അലൈഹാ മലായികത്തുൻ ഗിലാലുൻ ശിദാദ്. ആ നരകത്തിന് കാവൽ നിൽക്കുന്നത് മലായികത്തുകളാണ്. എങ്ങനെയുള്ള മലക്കുകളാണ്? ഗിലാലുൻ ശിദാദ്. അവര് പരുഷ സ്വഭാവികളാണ്, കഠിന ഹൃദയരാണ്. അങ്ങനെയുള്ള എത്ര പേരാണ്? ഖുർആൻ അവരുടെ എണ്ണം പറഞ്ഞത് അലൈഹാ 19. അവർ 19 പേരാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അവരെയാണ് സബാനിയാക്കൾ എന്ന് പറഞ്ഞത്, ഖസനത്തു ജഹന്നം എന്ന് പറഞ്ഞത്, നരകത്തിന് കാവൽ നിൽക്കുന്ന മലക്കുകൾ. ആ മലക്കുകൾ വിശുദ്ധ ഖുർആൻ സൂറത്തു മുദ്ദസിറിൽ ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് വിശദീകരിക്കുന്നത്? സഉസ്ലീഹി സഖർ. വഴിയെ നാം അവരെ, അള്ളാഹുവിന്റെ ദീനിനെ കൈയൊഴിഞ്ഞ ആളുകൾ, വിധിവിലക്കുകൾ ജീവിതത്തിൽ കൊണ്ടുവരാത്ത ആളുകൾ, തിന്മകളിലൂടെ മുന്നോട്ട് പോയ ആളുകൾ, അവരെ നരകത്തിലെ സഖർ എന്ന നരകത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് അള്ളാഹ് ചോദിക്കാണ്, വമാ അദ്റാക മാ സഖർ. എന്താണ് സഖർ എന്ന് നിങ്ങൾക്കറിയുമോ? ലാ തുബ്ഖി വലാ തദർ. അതൊന്നും ബാക്കിയാക്കുകയോ വിട്ടുകളയുകയോ ഇല്ല. ലബ്ബാഹത്തുൽ ലിൽ ബശർ. അത് മനുഷ്യന്റെ തൊലികരിച്ച് രൂപം മാറ്റി കളയുന്നതാണ്. എന്നിട്ടാണ് ഖുർആൻ പറഞ്ഞത് ആ നരകത്തിന് കാവൽ നിൽക്കുന്നത് 19 മലക്കുകളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. 19 മലക്കുകൾ. അവരുടെ ലീഡറാണ് മാലിക് എന്നു പേരുള്ള മലക്ക്. ഈ ആയത്തിറങ്ങിയപ്പോഴാണ് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലെ ആളുകൾ പരിഹസിച്ചത്. 19 എന്ന എണ്ണം അവർക്ക് വളരെ കുറഞ്ഞതായി തോന്നി. അവർ പറഞ്ഞു, ഈ 19-നെ നമ്മൾ കുറച്ചുപേർ കൂടി അതിനെ കൈകാര്യം ചെയ്ത് മുഹമ്മദ് പറയുന്ന നരകത്തിൽ നിന്ന് ഞങ്ങൾ ചാടി രക്ഷപ്പെടും എന്ന പരിഹാസ്യ വാക്കുകളാണ് അവര് പറഞ്ഞത്. എന്നാൽ കേവലം ഒരു മലക്കിന്റെ ശക്തി തന്നെ കോടാനുകോടി മനുഷ്യരെ മുഴുവൻ മലർത്തിയടിക്കാൻ മാത്രം അള്ളാഹു ചില സമൂഹങ്ങളെ നശിപ്പിച്ചത് ചില മലക്കുകൾ മാത്രമാണ് അതിൽ ഇടപെട്ടത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വലിയ സൃഷ്ടികളായ 19 മലക്കുകളാണ് നരകത്തിന്റെ കാവൽക്കാരായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. കേവലം ഒരു മലക്കിന്റെ ശക്തിയാണത്. ഇനി ആ നരകത്തിലെ ഇന്ധനം എന്താണ്? വിശുദ്ധ ഖുർആൻ പറയുന്നത് വഖൂദുന്നാസു വൽ ഹിജാറ. അവിടെ മനുഷ്യനും കല്ലുകളുമാണ് നരകത്തിൽ ഇന്ധനമായി കത്തുന്നത്. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. മനുഷ്യൻ, കല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഗ്രഹങ്ങളും ബിംബങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ നരകത്തിൽ കത്തിക്കപ്പെടുമെന്നാണ്. ശിർക്ക് ചെയ്തവർ, അവർ അൻതും ലഹാ വാരിദൂൻ, ആ നരകത്തിലേക്ക് വന്നു ചേരുന്നത് തന്നെയാണ് എന്ന് സൂറത്തുൽ അംബിയായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്തിനാണ് വിഗ്രഹങ്ങളെ കത്തിക്കുന്നത്? താൻ ആരാധിച്ച വസ്തു ഇത്ര ദുർബലനാണെന്ന് ആ നരകത്തിൽ നിന്ന് ആ മനുഷ്യൻ നേരിട്ട് കാണുമെന്നാണ്. ഈ വിഗ്രഹത്തെയും താൻ അള്ളാഹുവിന് പുറമെ ആരാധിച്ചവരെയും നരകത്തിൽ കത്തുന്നതായി ആ നരകക്കാരൻ, നരകാവകാശി കണ്ടുകൊണ്ടേയിരിക്കുമെന്നാണ്. ആ നരകത്തിലെ ഇന്ധനം അതാണ്. കല്ല് കത്തുമെന്നാണ്. നമുക്കറിയാം, നമ്മളെ ദുനിയാവിലെ സാധാരണ ഉപയോഗിക്കുന്ന തീ ഒരിക്കലും കല്ല് കത്തിയിട്ടില്ല. നമ്മൾ അടുപ്പ് കൂട്ടുന്നത് കല്ലിലാണ്. ആ കല്ലൊരിക്കലും കത്താറില്ല. എന്നാൽ കല്ലു കത്തുന്ന നരകം, ആ കല്ലിനെ കത്തിക്കാൻ മാത്രം അതിശക്തമായ ചൂട് നൽകപ്പെട്ട ആ നരകത്തിലെത്തി അല്ലെ. 69 ഇരട്ടിയിലധികം ചൂടാണ് നമ്മൾ ദുനിയാവിൽ ഉപയോഗിക്കുന്ന ചൂടിനേക്കാളും നരകത്തിലെ ചൂട്. നമുക്കൊന്ന് ഇസ്തിരിപ്പെട്ടി പുള്ളിയാൽ, ഒരു കനൽ നമ്മുടെ കയ്യിലൊന്ന് തട്ടിയാൽ നമുക്ക് എത്ര വേദനയാണ്, അതിനെത്ര നീറ്റലാണ്. എന്നാൽ ഇതിനേക്കാളും 69 ഇരട്ടി ചൂട് നൽകപ്പെടുന്ന നരകം, അതിലെ ചെറിയ ശിക്ഷ പോലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ബിനഅലൈനി മിന്നാർ, തീക്കനൽ കൊണ്ടുള്ള ചെരുപ്പുകൾ അവൻ അണിയിക്കപ്പെടുമെന്നാണ്. അത് അണിയിക്കപ്പെട്ടാൽ അവന്റെ തലച്ചോറ് തിളച്ചു മറിയുമെന്നാണ്. ചീനച്ചട്ടി തിളക്കുന്നത് പോലെ അവന്റെ തലച്ചോറ് തിളച്ചു പൊന്തും. എന്താണ്? കാൽപാദത്തിലേക്ക് നരകത്തിലെ തീ കൊണ്ടുള്ള ചെരുപ്പ് അണിയിക്കപ്പെട്ടപ്പോ അവന്റെ അവസ്ഥയാണ്. നോക്കിയേ, എത്രമേൽ ഭീകരമാണ്. കല്ല് കത്തുന്നതിന്റെ 5 ലക്ഷ്യങ്ങൾ അള്ളാഹുവിനുണ്ട് എന്ന് ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറുൽ ഖുർത്തുബിയിൽ രേഖപ്പെടുത്തുന്നു. 1, കല്ല് നരകത്തിലെത്തി എളുപ്പത്തിൽ അതിനെ തീ പിടിക്കുമെന്നാണ്. 2, മോശമായ ഗന്ധം കല്ല് കത്തിയാൽ ഇരട്ടിയായി നരകത്തിലുണ്ടാകും.
3 ധാരാളം പുകപടലങ്ങൾ കല്ല് കത്തുമ്പോൾ ഉണ്ടാകും. 4 കല്ല് കത്തിയാൽ മനുഷ്യന്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കാൻ, അത് കൂടിച്ചേരാൻ പറ്റിപ്പിടിക്കുമ്പോൾ അതിന് ശിക്ഷയുടെ വർധനവുണ്ടാകും. 5 കല്ല് കത്തിയാൽ കടുത്ത ചൂട്, സാധാരണ ചൂടല്ല, മനുഷ്യൻ അതിശക്തമായ ചൂട് അവൻ അനുഭവിക്കേണ്ടി വരുമെന്നതാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നരകത്തിന്റെ, മാത്രമല്ല നരകത്തിന്റെ ആ വലിച്ചെറിയപ്പെടുന്ന നരകത്തിലെ പാപികളായ മനുഷ്യരുടെ രൂപമാറ്റത്തെ പറ്റി ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസ് ഉണ്ട്. എന്താണ്? അവരൊരു ഭീകര രൂപിയായി നരകത്തിലേക്ക് ഇടപെടുന്ന മനുഷ്യൻ അവൻ മാറുമെന്നാണ്. എങ്ങനെയാണ് അവന്റെ രൂപമാറ്റം? റസൂലുള്ളാഹി പറയാണ്, മാ ബൈന മൻകിബൈൽ കാഫിരി ഫിന്നാരി മസീറത്തു സലാസത്തി അയ്യാമിൻ ലിറാകിബിൽ മുസ്രി. അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനയാത്രികൻ അവന് 3 ദിവസം യാത്ര ചെയ്താൽ എത്ര ദൂരമെത്തുമോ അത്ര ദൂരമുണ്ട്. അവന്റെ ഷോൾഡറുകൾക്കിടയിലുള്ള അകലം ഒരു നരകക്കാരന്റെ ഷോൾഡറുകൾക്കിടയിലുള്ള അകലാണ്. ഇവിടുന്ന് ഇപ്പോൾ യാത്ര ആരംഭിച്ച് 3 ദിവസം യാത്ര ചെയ്താൽ എത്ര ദൂരമെത്തും? അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം, അത്ര ദൂരമുണ്ട് നരകക്കാരന്റെ 2 ഷോൾഡറുകൾക്കിടയിലുള്ള അകലം. തീർന്നില്ല. റസൂലുള്ളാഹി പറയാണ്, അവന്റെ പല്ലിന്റെ വലിപ്പം എത്രയാണ്? മിസ്ലു ഉഹുദിൻ, ഉഹുദ് മലയുടെ വലിപ്പമുണ്ട് നരകക്കാരന്റെ പല്ലിന്. മാത്രമല്ല അവന്റെ ഇരിപ്പിടത്തിന്റെ വലിപ്പം എത്രയാണ്? വഇന്ന മജ്ലിസഹു മിൻ ജഹന്നം കമാ ബൈന മക്ക വൽ മദീന. മക്കയുടെയും മദീനയുടെയും ഇടയിൽ എത്ര സ്ഥലമുണ്ട് അത്ര സ്ഥലമുണ്ട് അവൻ ഇരിക്കാനുള്ള ഇരിപ്പിടം. തീർന്നില്ല. അവന്റെ തൊലിയുടെ കട്ടി എത്രയാണ്? ഇസ്നാനി വഅർബഊന ദിറാൻ, 42 മുഴം കട്ടിയുണ്ട് നരകക്കാരന്റെ തൊലിക്ക്. ആ തൊലി തന്നെ നരകത്തിലെ തീനാളങ്ങൾ അവന്റെ ശരീരത്തിലേക്ക് ആളിക്കത്തുമ്പോൾ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, സൂറത്തു നിസാ 56. അവന്റെ തൊലി ഉരുകിത്തീർന്ന് പുതിയ തൊലി അല്ലാഹു കൊടുക്കുമെന്നാണ്. കാരണം മനുഷ്യന്റെ തൊലിയാണ് മനുഷ്യന് വേദന അനുഭവിപ്പിക്കുന്നത്. ആ തൊലി ഉരുകിത്തീരുമ്പോൾ പുതിയ തൊലി അല്ലാഹു പകരം കൊടുത്ത് അവനെ ശിക്ഷിക്കുമെന്നാണ്. എന്തിനാണ് അല്ലാഹു ഈ വലിപ്പ വ്യത്യാസം നടത്തിയത്? ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹം പറയുന്നത് 2 കാര്യങ്ങൾ അറിയിക്കാനാണ് അല്ലാഹു മനുഷ്യന്റെ രൂപം, നരകത്തിലെ മനുഷ്യന്റെ പാപികളുടെ രൂപം ഇത്രമേൽ ഭീകരമാക്കിയത്. എന്താണ് ആ 2 കാര്യം? ഒന്ന്, ഭീമാകാരികളായ പാപികളുടെ എണ്ണം എത്ര കൂടിയാലും, കോടിക്കണക്കിന് മനുഷ്യർ വന്നാലും നരകം അവയെല്ലാം ഉൾക്കൊള്ളാൻ മാത്രം അത്രയും വലിപ്പമുള്ളതാണ് നരകം. 2, അവന്റെ വലിപ്പത്തെ അറിയിക്കുന്ന ശിക്ഷ ആസ്വദിപ്പിക്കാനാണ്. 2, ലിയദൂഖുൽ അദാബ്. നമ്മൾ ഈ കണ്ട തടിയും ഈ പറഞ്ഞ ഭീകര രൂപിയായ മനുഷ്യൻ 3 ദിവസം യാത്ര ചെയ്താൽ എത്തുന്ന ഷോൾഡറുകൾക്കിടയിലുള്ള അകലം, 42 മുഴം കട്ടിയുള്ള തൊലി, ഉഹ്ദ് മലയുടെ വലിപ്പമുള്ള പല്ല്, മക്കയുടെയും മദീനയുടെയും ഇടയിൽ അത്രയും സ്ഥലവിസ്തീർണമുള്ളവന്റെ പിൻഭാഗം, ഈ രൂപത്തിലുള്ള ഒരു വലിയ മനുഷ്യൻ അവൻ കടന്നു കത്തുമ്പോൾ അവൻ വലിയ വേദനകളും യാതനകളുമാണ് നരകത്തിൽ അനുഭവിക്കുക. അതിനുവേണ്ടിയാണ് ഈ ഒരു വലിപ്പ വ്യത്യാസം വരുത്തിയത് എന്നാണ് ഇമാം നവവി റഹിമഹുല്ല പറയുന്നത്. മാത്രമല്ല നരകത്തിന്റെ ആഴം എത്രയാണ്? വിശുദ്ധ ഖുർആൻ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളുടെ കൂടെ ഒന്നിച്ചിരിക്കുകയാണ്. കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബികൾ പറയാണ്, ഇത് സമിഅ വജ്ബതൻ, ഒരു വലിയ ശബ്ദത്തിന്, ഒരു വലിയ ഒച്ച, ഒരു വലിയ ശബ്ദം, വീഴ്ചയുടെ ശബ്ദം ഞങ്ങൾ കേട്ടു. ഫഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഞങ്ങളോട് ചോദിച്ചു, അതദറൂന മാ ഹാദാ, സഹാബികളെ ആ കേട്ട ശബ്ദം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഞങ്ങൾ പറഞ്ഞു, ഖുൽന അല്ലാഹു വറസൂലുഹു അലം. സഹാബികൾ പറയാണ്, ഞങ്ങൾ പറഞ്ഞു അല്ലാഹുവിനും വഹിയുള്ള പ്രവാചകനുമാണ് കൂടുതൽ അറിയുന്നത്. പ്രവാചകൻ പറഞ്ഞു കൊടുത്തു ആ ശബ്ദം എന്താണ്, നിങ്ങൾ കേട്ട ആ വലിയ ശബ്ദം എന്താണ്. റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കാണ്, ഹാദാ ഹജറുൻ, അതൊരു കല്ലാണ്. എങ്ങനെയുള്ള കല്ല്? റുമിയ ബിഹി മുൻദു 70 ഖരീഫൻ, അത് നരകത്തിന്റെ മുകളിൽ നിന്ന് 70 വർഷങ്ങൾക്ക് മുമ്പ് വീണ ഒരു കല്ല്. ഫഹുവ യഹ്വി ഫിന്നാരിൽ ആൻ ഹത്ത ഇൻതഹാ ഇലാ ഖഅരിഹാ, അതിന്റെ അടിത്തട്ടിൽ തട്ടിയ ശബ്ദമാണ് സഹാബികളെ നിങ്ങൾ കേട്ടത്. എന്ന് പറഞ്ഞാൽ ആഴം നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ യുക്തിയിലും ഒതുങ്ങുന്നതല്ല. 70 വർഷം ഒരു കല്ലിന് സഞ്ചരിക്കാൻ മാത്രം ആഴമുള്ള നരകം. നമുക്ക് ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു സാധനം താഴേക്കിട്ടാൽ എത്ര സെക്കൻഡുകൾ കൊണ്ടെത്തും? അതേപോലെ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനം കേടുപാടുകൾ വന്നാൽ നിലംപതിക്കാൻ സെക്കൻഡുകൾ മതിയെങ്കിൽ 70 വർഷം ഒരു കല്ല് നിരന്തരം സഞ്ചരിക്കുന്ന അത്രയും ആഴമേറിയ വലിപ്പമുള്ള ആ നരകം. എന്തിനാണ് ഈ കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞത്? ഈ നരകം വരാനുള്ളതാണ്, അത് ഹക്കാണ്. അതുകൊണ്ട് തന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നരകമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. മൻ സഅലൽ ജന്നത 3 മററാത്ത്, ആരെങ്കിലും 3 തവണ സ്വർഗം ചോദിച്ചാൽ ഖാലത്തിൽ ജന്ന,
സ്വർഗം അല്ലാഹുവിനോട് പറയും, അല്ലാഹുമ്മദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ ഇവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ. വമൻ ഇസ്തജാര മിനന്നാരി സലാസ മർറാത്ത്, 3 തവണ നരകത്തെ കാവൽ ചോദിച്ചാൽ കാലത്തിന്നാർ നരകം പറയും, അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, അല്ലാഹുവേ ഇവനെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്ന് നരകം നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ റെക്കമെൻഡ് പറയും എന്നാണ്. അതുകൊണ്ട് നരകമോചനത്തിന് വേണ്ടി നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നാം ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ നരകത്തെ വലിച്ചു കൊണ്ടുവരപ്പെടും എന്ന് പറയുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, യുഅ്താ ബി ജഹന്നമ യൗമൈദിൻ ലഹാ 70,000 സിമാമിൻ. നാളെ പരലോകത്ത് നരകത്തെ അള്ളാഹു വലിച്ചു കൊണ്ടുവരും, ജഹന്നമിനെ. എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ലഹാ 70,000 സിമാമിൻ. 70,000 എന്ന് പറഞ്ഞാൽ 70,000 ചങ്ങലകളിലായി, കടിഞ്ഞാണുകളിലായിട്ടാണ് നരകത്തെ കൊണ്ടുവരിക. മഅകുല്ലി സിമാമിൻ 70,000 മലക്കിൻ. ഓരോ പിടിക്ക് മുകളിലും 70,000 മലക്കിൻ, 70,000 മലക്കുകളുണ്ട് ഓരോ പിടിക്ക് മുകളിലും പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് മലക്ക് യജുറൂനഹ, അതിനെ വലിച്ചു കൊണ്ടുവരുമെന്നാണ്. അപ്പോൾ കേവലം നരകത്തിനെ വലിച്ചു കൊണ്ടുവരുന്ന മലക്കുകളുടെ എണ്ണം തന്നെ എത്രയാ? 70,000 പിടികളാണ്. ഓരോ പിടിക്ക് മുകളിലും 70,000 മലക്കാണ്. 490 കോടി മലക്കുകളാണ് നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നത്. അത് നരകത്തിന്റെ വലിപ്പത്തെയാണ് അത് അറിയിക്കുന്നത്. അതേപോലെ തന്നെ അവിടെ ഓരോരുത്തർക്കും വലികുല്ലി ദറജാത്തിൻ മിമ്മാ അമിലു, ഓരോരുത്തരും ചെയ്ത പ്രവർത്തികൾക്കനുസരിച്ച് നരകത്തിൽ തട്ടുകളുണ്ട് എന്നാണ്. നരകത്തിന്റെ തട്ടുകൾ ആ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നരകത്തിലെ ഓരോ കാര്യങ്ങൾ, അതിലെ ഒരു തീപ്പൊരി പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നഹാ തർമി ബിശററിൻ കൽ ഖസുർ, കൊട്ടാര സമാനമായ തീപ്പൊരികളാണ് നരകം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. കഅന്നഹു ജിമാലത്തുൻ സുഫർ, മഞ്ഞ നിറമുള്ള ഒട്ടകക്കൂട്ടങ്ങൾ ഇങ്ങനെ പാറിപ്പോവുകയാണോ എന്ന് തോന്നും. അങ്ങനെ ചെറിയൊരു സ്പാർക്കിന് പോലും വലിയ വലിപ്പമുണ്ട്. നരകത്തിലെ വസ്ത്രം എന്താണ്? സറാബീലുഹും മിൻ ഖത്റാൻ, താറുകൊണ്ടുള്ള വസ്ത്രമാണ് അവർക്ക് നൽകപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജില് 19 മുതൽ നരകത്തെ പറ്റി പറയുന്നുണ്ട്. ഹാദാനി ഖസ്മാനി ഇഖ്തസമു ഫീ റബ്ബിഹിം, അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കം നടത്തിയ ആളുകൾ ആരാണ്? അള്ളാഹിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാത്ത ആളുകൾ, അള്ളാഹു ഇല്ലെന്ന് പറയുന്ന ആളുകൾ, പരലോകം ഇല്ലെന്ന് പറയുന്ന ആളുകൾ, സത്യനിഷേധികളായ ആളുകൾ. ഫല്ലദീന കഫറു ഖുത്തിയത് ലഹും സിയാബും മിൻ നാർ, നരകത്തീനാലുള്ള വസ്ത്രങ്ങൾ മുറിച്ചു കൊടുക്കപ്പെടും. തീർന്നില്ല, യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, അതിശക്തമായി തിളച്ചുപൊള്ളുന്ന, അതിശക്തമായി തിളച്ചുമറിയുന്ന ഹമീം എന്ന വെള്ളം അവന്റെ തലക്ക് മുകളിലൂടെ ഒഴിക്കപ്പെടും എന്നാണ്. തീർന്നില്ല, അത് ഒഴിക്കുമ്പോഴോ യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, അവന്റെ വയറുകളിലുള്ളത് പുറത്തു ചാടും, ഉരുകിയൊലിക്കും, അവന്റെ തൊലികൾ ഉരുകിയൊലിക്കും. വലഹും മഖാമിയു മിൻ ഹദീദ്, ഇരുമ്പിന്റെ ദണ്ഡുകൾ കൊണ്ടവന് പ്രഹരമേൽപ്പിക്കപ്പെടും, ശിക്ഷകൾ നൽകപ്പെടും. എപ്പോഴാണ് ആ ശിക്ഷ? കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ, ആ നരകത്തിൽ അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അവൻ പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം ആ ദണ്ഡുകൾ കൊണ്ടുള്ള അടി അവന് ലഭിക്കും. എന്നിട്ട് അവരോട് പറയും ഉഈദു ഫിഹാ, അങ്ങനെ അവരെ നരകത്തിലേക്ക് തന്നെ മടക്കപ്പെടും. എന്നിട്ട് അവരോട് പറയും വദൂഖു അദാബൽ ഹരീഖ്, നിങ്ങൾ കരിച്ചുകളയുന്ന വേദനയേറിയ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക. നരകക്കാരോട് പറയുന്നതാണ്. ഇങ്ങനെ എത്രയെത്ര ശിക്ഷകളാണ്. അവിടുത്തെ വെള്ളം ഹമീമാണ്, അതിശക്തമായി ചുട്ടുപൊള്ളുന്ന വെള്ളമാണ്. അവൻ ഖസനത്തു ജഹന്നമിനോട് ചോദിക്കുമ്പോൾ അവന് വെള്ളം കൊടുക്കും, കാവൽക്കാരോട് ചോദിക്കുമ്പോൾ വെള്ളം കൊടുക്കും. ആ വെള്ളം അവൻ ആവോളം കുടിക്കുമെന്നാണ്. കുടിക്കാതിരിക്കാൻ കഴിയില്ല, ചോദിച്ചാൽ കൊടുക്കപ്പെടും, അത് കുടിക്കപ്പെടും. അവന്റെ വയറുകളിലുള്ളത് പുറത്തു ചാടുമെന്നാണ്.
അവൻ അവിടെ കിട്ടുന്ന അവിടെ വശാരിബൂന ശുർബൽ ഹീം, ഒട്ടകങ്ങൾ കുടിക്കുന്നത് പോലെ അവൻ കുടിക്കുന്നതാണ്. തീനത്തുൽ ഖബാൽ കുടിക്കും. ലഹരി ഉപയോഗിച്ചവർക്ക് തീനത്തുൽ ഖബാലാണ് അവിടെ ഉള്ളത്. നരകത്തിലെ ഉസാറത്തു മിൻ അഹ്ലിന്നാർ, നരകത്തിലെ നരകക്കാരന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തവും ചലവും കലർന്ന വെള്ളം തീനത്തുൽ ഖബാൽ എന്ന വെള്ളം കുടിക്കും. ആർക്കാണ്? ലഹരി ഉപയോഗിച്ച ആളുകൾ, അല്ലെ? ലഹരി ഉപയോഗിച്ച മദ്യം നുകർന്ന ആളുകൾ, MDMA-യും മയക്കുമരുന്നും ഇത്തരം നമ്മൾ പുതിയ കാലത്ത് ലഹരിയായി ഉപയോഗിക്കുന്ന എന്തൊക്കെയുണ്ടോ. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിച്ചവന് സ്വർഗ വഴികളിലേക്ക് പോകാം. അവൻ നരകത്തിൽ അവന് കിട്ടുന്നത് ഇവിടെ ആസ്വദിക്കാം, പക്ഷെ നരകത്തിൽ ഈ വെള്ളമാണ് അവന് കുടിക്കാൻ കൊടുക്കുക. യഹ്മൂം എന്ന അവിടെ തണലുകളാണ് അവനുള്ളത്. ഇങ്ങനെ തീർത്തും എല്ലാം അവന് പ്രയാസത്തിന്റെ ശിക്ഷയുടെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നതാണ്. അവിടുത്തെ കാറ്റ് സമൂം എന്ന കാറ്റാണ്. ആ സമൂഹം അവന്റെ രോമകൂപങ്ങളിൽ തുളച്ചു കയറുന്ന അതിശക്തമായ കാറ്റാണ്. അവിടെ തണുപ്പില്ല, സമാധാനമില്ല. എല്ലാ നിലക്കും അവൻ അവിടെ ശിക്ഷയുടെ ഓരോ വ്യത്യസ്തങ്ങളായ രീതികൾ, ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഈ നരകത്തിന്റെ ആളുകളായി മാറാതിരിക്കാനുള്ള അതിശക്തമായ ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അവിടെ ഒറ്റ കാര്യം, നരകത്തിൽ ശാശ്വതന്മാരാകുന്ന ഒരു വിഭാഗത്തെ പറ്റി മാത്രമാണ് വിശുദ്ധ ഖുർആൻ, ഇസ്ലാം പഠിപ്പിക്കുന്നത്. നരകത്തിൽ ശാശ്വതമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ പഠിപ്പിച്ചത് ഏക വിഭാഗമാണ്. അല്ലാത്തവർക്കൊക്കെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുത്തേക്കാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, എന്നൊരു പ്രത്യേകമായ അവിടെ ഇളവുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. അവൻ തൗബ ചെയ്ത് അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ പൊറുക്കപ്പെടും. എന്നാൽ ശിർക്കോടെ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ, അവന് നരകം അവന്റെ സങ്കേതമാണ്, സ്വർഗം അവന് നിഷിദ്ധമാക്കപ്പെടുന്നതാണ്. ആർക്കാണ്? അള്ളാഹുവിൽ പങ്കുചേർത്ത ആളുകളാണ്. അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന ഇബാദത്താണ്, നമ്മുടെ സുജൂദ് ഇബാദത്താണ്, നമ്മുടെ നേർച്ച വഴിപാടുകൾ ഇബാദത്താണ്, നമ്മുടെ സഹായ തേട്ടങ്ങൾ ഇബാദത്താണ്, നമ്മുടെ തവക്കുലുകൾ ഇബാദത്താണ്, നമ്മുടെ സത്യം ചെയ്യലുകൾ ഇബാദത്താണ്. അങ്ങനെ ആരാധനയായി എന്തൊക്കെയുണ്ടോ അതിലേതെങ്കിലും ഒരു അംശം അള്ളാഹുവല്ലാത്ത ഏതെങ്കിലും ഒരു പടപ്പിലേക്ക് തിരിച്ചുവിട്ടാൽ അവൻ ഖാലിദീന ഫീഹ, ഈ നരകത്തിൽ അവൻ ശാശ്വതനാണ് എന്നാണ്. അതുകൊണ്ട് അതിശക്തമായ ജാഗ്രത നമുക്ക് വേണ്ടത് ശിർക്കിൽ നിന്നാണ്. അതിശക്തമായി ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായി മനുഷ്യരെ നിങ്ങളിലേക്ക് ശിർക്ക് കടന്നു വരും എന്ന സ്വഹാബികളുടെ അതിശക്തമായ ഖുത്തുബകളിലെ വാചകങ്ങൾ നമുക്ക് കിതാബുകളിൽ കാണാൻ പറ്റും. അബൂ മൂസൽ അശ്അരി അദ്ദേഹം നടത്തിയ ഖുത്തുബയിൽ ഒരു വാചകമാണ്, നിങ്ങൾ ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ ഈ ശിർക്കിനെ ഗൗരവത്തോടെ നിങ്ങൾ കാണണം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ശിർക്ക് വന്നാൽ നമ്മൾ നിരന്തരം കാലാകാലം യുഗാന്തരങ്ങളോളം നരകത്തിൽ കഴിയേണ്ടി വരുമെന്നതാണ്. ഈ നരകത്തെ നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക, അതിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഇബാദുർ റഹ്മാനിന്റെ പ്രാർത്ഥന പറഞ്ഞെടുത്ത് സൂറത്ത് ഫുർഖാനിന്റെ ആ അവസാന ഭാഗത്ത് ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ നല്ലവരായ അടിമകൾ നടത്തുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. എന്താ? റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. ഇത് ഇബാദുർ റഹ്മാൻ നടത്തുന്ന പ്രാർത്ഥനയാണ്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, അള്ളാഹുവേ ഞങ്ങളെ റബ്ബേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഇന്ന അദാബഹാ കാന ഗറാമ, അതിലെ ശിക്ഷ ഞങ്ങളെ വിട്ടൊഴിയാത്തതാണ്. ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ, അത് മോശമായ ഏറ്റവും ചീത്തയായ താവളമാണ് നരകം. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ ഉടനീളം പ്രാർത്ഥിക്കുക, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പണികൾ നമ്മൾ ദുനിയാവിൽ എടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അതിഭീകരമായ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങ് ഫലസ്തീനിലെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഓരോ ദിനങ്ങളും അവരുടെ പീഡനങ്ങളുടെ ചിത്രങ്ങളും അതേപോലെ തന്നെ അത്തരം കാഴ്ചകളുമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. അവിടേക്ക് പോകുന്ന കപ്പലുകൾ, അവിടെ ഗ്ലോബൽ ഫ്ലോട്ടില്ല എന്ന് പറയുന്ന അവിടത്തേക്ക് പോകുന്ന പുതിയ ആ പ്രൊജക്റ്റുകൾ, അതടക്കം അവർ പിടിച്ചു കൈക്കലാക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന, മുസ്ലിം സഹോദരങ്ങൾ അനുഭവിക്കുന്ന ആ
പ്രതിസന്ധികൾക്ക്, പരീക്ഷണങ്ങൾക്ക് നമുക്കവർക്ക് കൊടുക്കാനുള്ളത് ഹൃദയത്തിൽ തട്ടിയ ആത്മാർത്ഥമായ പ്രാർത്ഥനകളാണ്. അള്ളാഹു ഇനി അവർക്ക് വിജയവും സമാധാനവും രക്ഷയും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കണമേ. അവർക്കെതിരിൽ കുതന്ത്രങ്ങൾ മെനയുന്നവരെ അള്ളാഹു ഇനി പരാജയപ്പെടുത്തണമേ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു ഇനി ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ അള്ളാഹു ഇനി അവർക്ക് ശിഫ നൽകി ആഫിയത്തോടെ തിരിച്ചു വരാൻ തൗഫീക്ക് നൽകണമേ. മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും ഒരു ഭാഗത്ത് നരകത്തിലേക്കും പറഞ്ഞേക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹുവെ നീ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.